നല്ലൊരു മാസ് എന്റർടൈൻമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗംഭീര ഫൈറ്റ് സീൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അടിപൊളി ഡാൻസ് ഉണ്ടാവും, നല്ല റൊമാൻസ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷൻസിലൊക്കെ ഞാൻ ഒരുപാട് തെലുങ്ക് സിനിമകൾ കാണാറുണ്ട്. എന്നാൽ നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ ഞാനൊരു തെലുങ്ക് സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നാനിയുടെ സിനിമയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഒറ്റ വരി പറഞ്ഞാൽ ഈ സിനിമ എന്റെ എക്സ്പെക്ടേഷൻ ബീറ്റ് ചെയ്തതെന്ന് മാത്രമല്ല, എന്റെ എക്സ്പെക്ടേഷനൊക്കെ കുറച്ചുകൂടി മേലെയായിരുന്നു ഈ സിനിമ. ഹായ് നാന. അപ്പൊ എന്താണ് ഹായ് നാന? മകളെ ഒരുപാട് സ്നേഹിക്കുന്ന, മകളാണ് തന്റെ ലോകം എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു സിംഗിൾ പാരന്റ് ആയിട്ടുള്ള അച്ഛൻ നാനി, അതുപോലെ തന്നെ തിരിച്ച് അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്ന മകളും. ഈ അച്ഛനും മകളും തമ്മിലുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് മകൾക്ക് അമ്മയെ കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ കുറിച്ച് മകളോടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള ഒരു തർക്കത്തിൽ അമ്മയെ കുറിച്ച് അറിഞ്ഞേ പറ്റൂ എന്ന് മകളും നാനിക്ക് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവരുടെ ഇടയിലേക്ക് മറ്റൊരു പ്രണയത്തിന്റെ രൂപത്തിൽ കയറി വരുന്ന മൃണാൾ. ഇതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഓവറോൾ സ്റ്റോറി. സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ നല്ലൊരു സിനിമ. പടത്തിന്റെ സ്ക്രിപ്റ്റ്, നല്ലൊരു പ്ലോട്ട് ട്വിസ്റ്റ്, നല്ല ടച്ചിങ് ആയിട്ടുള്ള ഇമോഷണൽ സീൻസ്, നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് സീൻസ് ഒക്കെ ആയിട്ട് ഒരു പക്കാ പാക്കഡ് ആയിട്ടുള്ള നല്ലൊരു സ്ക്രിപ്റ്റ്. ആൻഡ് ഓൾസോ ഒരു റൊമാൻസ് ഡ്രാമ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡ്രാമ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സിനിമ നമുക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആവണമെങ്കിൽ അതിന്റെ സിനിമാറ്റോഗ്രാഫി ആൻഡ് മ്യൂസിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡിലായിരിക്കും. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ആൻഡ് മ്യൂസിക് തമ്മിൽ അത്ര മാജിക്കൽ ആയിട്ടുള്ള ഒരു ബ്ലെൻഡ് ആയിരുന്നു. എടുത്തു പറഞ്ഞാൽ പടം മുഴുവൻ നല്ല റിച്ച് ഫ്രെയിംസ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു സിനിമ. അതേപോലെ മ്യൂസിക്, ഹൃദയത്തിന് ശേഷം ഹേഷം അബ്ദുൽ വഹാബിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ആൽബം പ്ലസ് ഗംഭീര ഫീൽ തരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഈ സിനിമയുടെ പല സീനുകളിലും നമുക്ക് അത്രത്തോളം ഫീൽ തന്നതിന്റെ പ്രധാന കാരണം ഈ സിനിമാറ്റോഗ്രാഫി പ്ലസ് ഈ മ്യൂസിക് അത്ര പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിരുന്നു. അതുപോലെ ഈ അല്ലു അർജുൻ സിനിമകളൊക്കെ പോലെ നല്ലൊരു മലയാളം ഡബിങ് ആയിരുന്നു. പിന്നെ പെർഫോമൻസ്, നാനി, മൃണാൾ ആൻഡ് ദാറ്റ് കുട്ടി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതിലും എടുത്തു പറയേണ്ട ഉറപ്പായിട്ട് നാനിയ മൃണാൾ തന്നെയാണ്. രണ്ടാളും ഇമോഷണൽ സീൻസിലൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ റൊമാൻറ്റിക് സീൻസുകളിലും രണ്ടാളും വളരെ രസത്തിലുള്ള ഒരു പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പടത്തിൽ ജയറാമേട്ടനുണ്ട്. ത്രൂ ഔട്ട് അങ്ങേര് നല്ല നീറ്റായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് എടുക്കാറാവുന്ന ഒരു സീനിലൊക്കെ അങ്ങേര് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുടെ ഡബിങ് വേറെ ആരാണ് ചെയ്തിരിക്കുന്നത്, അത് മാത്രം എന്തോ ഒരു രസക്കേട് തോന്നി. ബട്ട് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് മൃണാളിനെ നമ്മൾ സീതാരാമത്തിൽ കാണുമ്പോൾ ഭയങ്കര രസത്തിൽ കണ്ടിരിക്കാവുന്ന ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു മൃണാളില്ലേ, ആ ഒരു മൃണാളിന് അതേപോലെ ഇതിൽ ഭയങ്കര സ്ക്രീൻ പ്രസൻസിൽ നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നാനിയും മൃണാളും തമ്മിലുള്ള കെമിസ്ട്രി പടം മുഴുവൻ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കണ്ടിരിക്കാൻ തന്നെ ഇത് കൊള്ളാലോ എന്നുള്ള വിധത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് സംഭവം. ഈ പടത്തിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ പടം ലേശം ലെങ്ത് കൂടുതലാണ്. ഒരു ബോറടിപ്പിക്കുന്ന വിധത്തിലുള്ള ലാഗ് അല്ല, ബട്ട് ഒരു റൊമാൻസ് ഡ്രാമ എന്ന് പറയുമ്പോൾ ഒരു 1.25-2 മണിക്കൂർ എന്നുള്ള ഒരു പെർഫെക്റ്റ് ഡ്യൂറേഷൻ ആണ്. അങ്ങനെ നോക്കുമ്പോൾ എവിടെയൊക്കെ കുറച്ച് സീനുകൾ കൂടുതലുള്ള പോലെ ഒരു ഫീൽ. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് 2 മണിക്കൂർ ഒരു പെർഫെക്റ്റ് ഡ്യൂറേഷൻ ആയിരുന്നു. അതുപോലെ ഈ പടത്തിന്റെ സ്റ്റോറി എവിടെയൊക്കെയാണ് നമ്മൾ കണ്ട ഒരു ഫീലൊക്കെ വരും. പ്രത്യേകിച്ച് കുറെ സൗത്ത് കൊറിയൻ മൂവീസ് ഇതേ പാറ്റേണിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ സീനുകളൊക്കെ നമുക്ക് പ്രൊഡിക്റ്റബിൾ ആയിരിക്കും. അതുപോലെ ഈ പടത്തിന് ഒരു ക്രിഞ്ച് സീൻ എനിക്ക് ഫീൽ ചെയ്തു. അതും പടത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സീനായിരുന്നു. ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നൊക്കെ കുറെ ഡോക്ടർമാർ പൊട്ടിമുളച്ച് വരുന്ന പോലൊരു സീൻ, അതെനിക്ക് എന്തോ ഒരു ക്രിഞ്ച് ഫീൽ ചെയ്തു. മൊത്തത്തിൽ കണ്ട ഉറപ്പായിട്ട് നഷ്ടം തോന്നാത്ത ഒരു നല്ല ഫീൽ തരുന്ന ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ഡ്രാമ ആൻഡ് സെക്ഷൽ കണ്ടന്റ്. 1-2 ലിപ് ലോക്ക് ഉണ്ട് പടത്തിൽ. പക്ഷെ അതൊരിക്കലും ഒരു ലെസ്റ്റ് എന്നുള്ള ഫീലല്ല, ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ളൊരു ലവ് മൂമെന്റ്സ് അല്ലെങ്കിൽ ഇമോഷണൽ സീൻസിലൊക്കെയാണ് സംഭവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് കാണാം. ഇത്ര നേരം വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്ക്. ആൻഡ് ദിസ് ഈസ് ദിൽജിത്ത് സൈനിങ് ഓഫ്.